ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മളെ ഇന്നലത്തെ ഒരു ഫുൾ ഡേ ഇവിടെ നമ്മൾ ഹോട്ടലിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്ഥലം എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാൻ പോയെന്ന്. നമ്മൾ ഇന്നേ വരെ ട്രിപ്പ് അടിച്ച ഇതിൽ വെച്ചിട്ട് ഏറ്റവും കിടിലായിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. കാരണം ഇതിനു മുമ്പേ പോയതൊന്നും നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം തിരിച്ചു വരണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് പിന്നെയും തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. കാരണം അത്ര റഷോ ഒന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ ഇതാ പൂൾ തന്നെ നോക്ക്. ഇന്നലെ നമ്മൾ രാത്രി പൂളിൽ വരുന്ന സമയത്ത് പൂളിലൊന്നും ആരുമില്ല. കാരണം അത്രയും പ്രൈവസി എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ട്. പിന്നെ 3 സ്റ്റാർ ഹോട്ടലാണ്. നമ്മൾ ഇന്നേ വരെ സ്റ്റാർ വെച്ച ഹോട്ടലിൽ ഇന്ന് വരെ പോയിട്ടില്ല. പക്ഷേ 3 സ്റ്റാർ ഹോട്ടലായതുകൊണ്ട് തന്നെ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് അത്രയും അടിപൊളിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെങ്കിൽ ജസ്റ്റ് DM ചെയ്താൽ മതി. ഞാൻ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയാം, ഡിസ്ക്രിപ്ഷനിലിടാം. നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാം. ഇതിലിപ്പോൾ ഇതാണ് നമ്മളെ റൂം വരുന്നത്. ഇതെല്ലാം ബുക്ക് ചെയ്യുന്നവർക്ക് ഇതെല്ലാം ഡിലക്സ് റൂമാണ്. മുകളിൽ രണ്ടാൾക്ക് താമസിക്കുക, താഴെ 2 ആൾക്ക് താമസിക്കുക. ഒരു വീട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അത് ആ ഉള്ളിലത്തെ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പേ നമുക്ക് പുറത്തത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇതന്നെ കണ്ടു കഴിഞ്ഞാൽ ഹെറിറ്റേജ് ആയിട്ടുള്ള വില്ല പോലെയാണ് ഉള്ളത്. നോക്കിയടാ, അത് കാണിച്ചു തരാം. ഹെറിറ്റേജ് ആയിട്ടുള്ള വില്ല പോലെയുണ്ട്. നല്ല സൂപ്പറാണ്. കണ്ണൂർ ജില്ലയിൽ നിങ്ങൾക്ക് അല്ലേ, കണ്ണൂർ ജില്ലയിൽ നിങ്ങൾക്ക് സ്റ്റേ അടിക്കണമെങ്കിൽ, 1 ഡേ സ്റ്റേ അടിക്കണമെങ്കിൽ സൂപ്പറായിട്ടുള്ള സ്ഥലമാണ്. ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല. നമ്മൾ താമസിച്ച റൂമാണിത്, 203. ഈ സ്ഥലം വരുന്നത് ഇതെവിടെയാ സ്ഥലം? എടാ, പുതിയൊരു എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്താണ്. കാരണം ഹൈവേന്ന് അത്ര ദൂരമൊന്നുമില്ല, ഈസിലി ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. പുഴയൊക്കെ കണ്ട കിടിലല്ലേ. ഉണ്ട്. ഓക്കെ. അങ്ങനെ ഇതാണ് ഗൈസ്. നല്ല അന്തരീക്ഷമല്ലേ. ഇതുവരെ നമ്മൾ ട്രിപ്പ് അടിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും കിടില റൂം സെറ്റപ്പ് എൻ്റെ ഒരു ഇതിൽ എക്സ്പീരിയൻസിൽ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കെന്ന് പറയില്ലേ, അടിപൊളിയായിരുന്നു. നമ്മൾ കുറേ പ്രാവശ്യം ട്രിപ്പ് പോയതിൽ ഏറ്റവും ബെസ്റ്റ്. ഭയങ്കര ആംബിയൻസാണ് ഇവിടെ. പുഴയായാലും അപ്പർ സൈഡ് പൂളായാലും മൊത്തത്തിൽ സമാധാനം. പിന്നെ ആൾക്കാർ കുറവാണ് ഇവിടെ. ഓഫ് സീസൺ ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. പക്ഷേ ഇന്നലെ മുതൽ നല്ല സമാധാനം. നമ്മൾ മാത്രം ഒരു ഫുള്ള് റൂം, സ്വിമ്മിങ് പൂള്, പിന്നെ സൈഡിൽ വേറൊരു ആംബിയൻസ്, പുഴ, എല്ലാം കൂടെ അടിപൊളിയാണ്. ആ സൈഡ് ഒരു ഏരിയ ഉണ്ട് കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്. അടി ഇതിനെന്തോ ഇന്നലെ പേര് പറഞ്ഞല്ല ഇങ്ങനെ നിൽക്കുന്നതിന്? ഫ്ലോട്ടാ അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞേ. പൊങ്ങി കിടക്കുന്നതിന് എന്തോ സാധനം പറഞ്ഞു. ഫാമിലി ആയിട്ട് വരുന്നതാണെങ്കിൽ ഏറ്റവും കിടില സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും വൈബിലെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാത്തോണ്ടാണെന്നൊന്നും അറിയില്ല. സെറ്റാണ്. ഇതിലിപ്പോൾ പൂട്ടി വെച്ചിട്ടില്ല. നമുക്ക് തുറക്കാം. പൊട്ടി പോകുമെന്നറിയില്ല. പൊട്ടി പോടാ. കാരണം നമ്മൾ കയറി പൊട്ടാൻ മാത്രം ഇല്ല, വെയിറ്റ് ഒന്നും അത്രക്കൊന്നും ഇല്ല. രക്ഷയില്ല ഗൈസ്, രക്ഷയില്ല. കാരണം പേടിക്കേണ്ട ഗൈസ്. എങ്ങനെ ഇതിൽ ഞാൻ വെള്ളത്തിലേക്ക് വീണു പോയാലും നീന്താനുള്ള വെള്ളമൊന്നും ഇതിലില്ല. ഇത്ര പോലെ ഉണ്ടാവില്ല, കാരണം ചളിയാണ് മാക്സിമം. അത് മറ്റേ നമ്മളെ പറശ്ശിനിക്കടവ് പോകുന്ന പാലായിരിക്കും. അല്ല, പുതിയൊരു പാലാണെന്നോ ഇനി? വളപട്ടണം പാല അല്ല, വളപട്ടണം പാല ഇത്ര ചെറുതല്ലല്ലോ. കണ്ട എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാം, ഇഷ്ടപ്പെട്ടു? നിങ്ങൾ എവിടെയെങ്കിലും പോയി സെറ്റാക്കാൻ താമസിക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് ഞാൻ പറയാം ഇതാണ്. ഒന്നും നോക്കണ്ട, നിങ്ങൾ ബുക്ക് ചെയ്തോ വന്നു. പൈസയും കാര്യങ്ങളൊക്കെ
നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാം. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് മാത്രമേ ഉള്ളൂ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇതൊന്നും പ്രൊമോഷനൊന്നും അല്ല, ജസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം പറയുന്നതാണ്. നമ്മളെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നതാണ്. നല്ലത് കണ്ട നല്ലത് പറയണം, മോശം കണ്ട മോശം പറയണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ പുഴേൻ്റെ സൈഡിലുള്ള വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യൂ ആണ് കിട്ടുന്നത്. അത് നമ്മൾ ബാൽക്കണിയിൽ നിന്ന് നമ്മൾ ശരിക്കും കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് പൂളിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളത്തിലിറങ്ങുന്നതായാലും പൂളിലിറങ്ങുന്നതായാലും അത്ര സേഫല്ല. കാരണം അമീബേൻ്റെ ഗ്രോത്തും അത് ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് അത്ര സേഫല്ല ഇപ്പോൾ ഇറങ്ങുന്നത്. പക്ഷേ ഇവർ വെള്ളം മാറ്റുന്നുണ്ടാവും, ക്ലോറിനൈസ്ഡ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. ഇപ്പം ഇന്നലെ ഇന്നലെ എത്തിയത് ശരിക്കും 2 മണിക്കാണ് എൻട്രി വേണ്ടത്. പക്ഷേ നമുക്ക് ഇന്നലെ വരാൻ പറ്റിയില്ല. കാരണം നമ്മളൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവനെ പിക്ക് ചെയ്യാൻ ടൈം എടുത്തു. അവൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് സമയമായി. അതുകൊണ്ട് നമ്മൾ ഇന്നലെ 6 മണിയായി ഇവിടെ എത്താൻ. അതുകൊണ്ട് 6 മണിക്ക് വന്നപ്പം ഇതെല്ലാം ഇരുട്ടായതുകൊണ്ട് നമുക്ക് അത്ര അടിപൊളിയായിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് അന്നേരം തോന്നിയത് കുറച്ച് നേരത്തെ വരായിരുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ആ സമയത്ത് നല്ലൊരു വൈബാണ് ഉണ്ടായത്. കാണാൻ തന്നെ നല്ല വൈബാണ് ഉണ്ടായത്. കാരണം അത്ര ഇരുട്ടുമായിട്ടില്ല, അസ്തമിക്കാനായതിൻ്റെ ഒരു ഇതുണ്ടായി. പിന്നെ പൂളിൽ കാണിച്ചു തരാം. പൂള് കിടില്ല. ഞാൻ ഏത് ട്രിപ്പിന് പോകുന്നുണ്ടെങ്കിലും ഫസ്റ്റ് നോക്കുന്ന പൂളാണ്. റൂം എങ്ങനെയൊന്നും നോക്കില്ല, ഫസ്റ്റ് നോക്കുന്ന പൂളാണ് നമുക്ക് മെയിനായിട്ട് സാധനം വേണ്ടത്. കേട്ടാ, അത്യാവശ്യം നല്ല വലിയ പൂളാണ്. നല്ല ഒരു ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന കിടിലം പൂളാണ്. നമ്മൾ തന്നെ അതിശയപ്പെട്ടു അല്ലേടാ. നമ്മൾ തന്നെ വിചാരിച്ചു കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടോ. കാരണം ക്ലോറിൻ. പക്ഷേ നമ്മളധികം തലയൊന്നും കുളിച്ചില്ല കേട്ടോ. നമ്മൾ മുങ്ങിയൊന്നുമില്ല, കണ്ണിലൊന്നും ആക്കിയില്ല. ജസ്റ്റ് നമ്മൾ ബോൾ വെച്ച് കളിച്ചു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും അങ്ങനത്തെ കുറച്ച് എൻജോയ്മെൻറ്റ്, ടൈം സ്പെൻഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. ലൈഫ് എന്ന് പറയുന്നത് അതാണ്, ടൈം സ്പെൻഡ് ചെയ്യണം. നമ്മളിഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ കണ്ട, അവനാണ് ശരത് കുഞ്ഞുമോൻ. ഇവനെ നമുക്ക് ഓൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവനാണ് നമ്മളെ കൂട്ടത്തിലെ പ്രധാനിയായ ഐഫോണൊക്കെ ഉള്ളത് ഇവർ മാത്രമാണ്. പിന്നെ പറ, നിനക്കൊന്ന് പറയാനുള്ളത് ഈ ഇതിനെ പറ്റിയിട്ട്. നീ ഒന്ന് പോയാണ് പറടാ. ഇവൻ ഭയങ്കര ഇൻട്രോട്ടാണ് ഗൈസ്. പക്ഷേ ക്യാമറയുടെ മുമ്പിൽ മാത്രം. എടാ ഒന്നും പറയല്ല. നീ ഇതുവരെ ട്രിപ്പ് വന്നതിൽ വെച്ച് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രിപ്പ് ഏതാ? ഏറ്റവും സമാധാനമായ ട്രിപ്പാണെങ്കിൽ ഇതാണ്. നീ ഇന്ന് വരെ സ്വിമ്മിംഗ് പൂളിൽ പോയതിൽ നിനക്ക് ഏത് സ്വിമ്മിംഗ് പൂളാണ് ഇഷ്ടപ്പെട്ടെ? വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇതന്നെയാണ്. കാലില്ല, കാലില്ലാത്ത ഇതില്ലാതെ നീ കേറിയിട്ട് ഇരിക്കുന്നത്. ഇത്രയും നേരം ഇരുന്നിട്ട് ഇതിലങ്ങ് പോയതാണല്ലേ ഗൈസ്. അങ്ങനെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഓണത്തിൻ്റെ എന്തോ പരിപാടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ പൂളിലൊന്നും ഇറങ്ങുന്നില്ല. കാരണം പൂളിലിറക്കേണ്ട മൈൻഡ് സെറ്റൊന്നും ഇല്ല. ഇപ്പം ഭയങ്കര എക്സോസ്റ്റഡ് ആണ്, ടയേർഡാണ്. ഇന്നലെ രാത്രി സംസാരിച്ച് ഏകദേശം 3-3:30 ആയി ഇറങ്ങാൻ. അത്ര നേരം നമ്മളെല്ലാവരും കൂടെ സംസാരിച്ച് ഈ ബാൽക്കണിയിൽ ഇരുന്ന് സംസാരിച്ച് അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. നിങ്ങളെ മൈൻഡ് റിലാക്സ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ളൊരു ട്രിപ്പെല്ലാം ഭയങ്കര ആവശ്യമാണ്. കാരണം നമുക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസ ഒരിക്കലും അതൊരു എക്സ്പെൻസ് അല്ല. ട്രിപ്പിന് വേണ്ടി ചിലവാക്കുന്ന പൈസ ഒരിക്കലും വെറുതെ ആവില്ല. അതാണ്. എന്താ പറയണ്ടേ? ലൈഫ് അഡ്വൈസ് ഒന്നും പറയാനില്ല. എന്താ പറയണ്ടേ, ഇപ്പോൾ നമ്മളിപ്പോൾ ട്രിപ്പിനും ഫുഡിനും ഡ്രസ്സിനും വേണ്ടി ചിലവാക്കുന്ന പൈസ ഒരിക്കലും വെറുതെ ആവില്ല. അതെന്തായാലും അങ്ങനെയാണ്. അപ്പം ഞാൻ ഒരുപാട് അങ്ങനെ എല്ലാവരും ചിലവാക്കുന്നതാണ്. അപ്പോൾ എനിക്കതൊരു വേസ്റ്റായി തോന്നിയിട്ടില്ല. അത്രയും പറയാനില്ല. അപ്പോൾ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുക കിട്ടുന്ന സമയം. നമ്മളെ യൂത്തന്മാർ കാണുന്നുണ്ടെങ്കിൽ യൂത്തന്മാർ ആ ഒരു ഏജിൽ മാക്സിമം എൻജോയ് ചെയ്യുക. കാരണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേ മെമ്മറീസ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യുക.
കിട്ടുന്ന പൈസ വെച്ചാൽ സേവിങ്സും വേണം, അതിനനുസരിച്ച് ചിലവാക്കാനും ഒരു നല്ല കാര്യങ്ങൾക്ക് ചിലവാക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കണം. ഇത്ര തന്നെ. ഇവിടെ പൂൾ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എല്ലാ പൂൾ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. പക്ഷേ നമ്മൾ ഇന്നലെ ലേറ്റ് ആയതുകൊണ്ട് ഇവരങ്ങനെ പൂള് യൂസ് ചെയ്തുകൂടാതൊന്നും പറഞ്ഞില്ല. അത്ര ആഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ പറഞ്ഞ് നിങ്ങൾ യൂസ് ചെയ്തോ, 8-9 മണി വരെ യൂസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 9 മണി വരെ യൂസ് ചെയ്ത്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ 1 മണിക്കൂർ നമുക്ക് അങ്ങോട്ടും കൂടി പോയി നോക്കാം. അങ്ങോട്ട് നമ്മളെ കുട്ടനാടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. കുട്ടനെ കണ്ട നമ്മൾ കുട്ടനെ ഇന്നലെ നമ്മൾ ആ സൈഡിലാണ് പാർക്ക് ചെയ്ത്. എന്നിട്ട് അവിടെ ഇതുണ്ടാ ഗ്രൗണ്ട് പോലെ ഉണ്ടല്ലോ. പാർക്കിംഗ് അത് പാർക്കിംഗ് ഉണ്ടോ ഇടാ, സെറ്റപ്പ് ഇടാ. നീ ആ കുണ്ടിലിടാത്ത ഭാഗ്യട്ടാ. അല്ല ഇവ പാർക്ക് ചെയ്ത് ആ കുണ്ടിലിടാത്ത ഭാഗ്യം. ഭാഗ്യം ഞാൻ പുറത്തിറങ്ങി തിരിക്കടാ പറഞ്ഞിട്ട് വെച്ചു കൊടുത്തു. എൻ്റെ പെർഫെക്റ്റ് ഇതാണ്ടാ ഇടുന്നല്ലോ കളിച്ചത്. ഇതെന്താ ഇത് എൻ്റെ ചെങ്ങായി. നീ ഇതാന്ന് പുഴു പറഞ്ഞ അത് പുഴു തന്നെയാ. ചത്ത് ചേർത്ത് വെച്ചു. എന്നെ വൈബാണ് ഗൈസ്, കൊള്ളാം. ഏത് സിമെന്റ് കട്ട മാത്രമേ എൻ്റെ വണ്ടി സെറാമിക് ചെയ്യാൻ പോയിട്ട് മറ്റേ അതിൻ്റെ ഒരു വീഡിയോ എടുത്തേ. ഫുൾ ഒരു BYD പുതിയ വണ്ടി ഡെലിവറി എടുത്ത് വരുന്ന വണ്ടി ഫുൾ കലയായി. ഫുൾ സിമെന്റ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട്. എന്നിട്ട് അത് മറ്റേ PPF ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കൊണ്ടുപോയ സമയത്ത് അവർ പറയുന്നു അത് PPF ചെയ്താൽ മറ്റേ ഇത് പെട്ടെന്ന് പോവില്ലേ, അടിച്ചു കൊടുത്താൽ പെട്ടെന്ന് പോവില്ലേ. അങ്ങനെ നമ്മൾ ഫുഡ് വന്നു, ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കാം. പറ്റില്ല ഗൈസ്. ഇനി ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ ഒരുപാട് ഇടുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്നും പറയാനില്ല, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം ഗൈസ്. ഞാനും എങ്ങാനും ഞാനൊരു യൂട്യൂബർ ആയി കഴിഞ്ഞാൽ അല്ല, അതായത് ഒരു സക്സസ്ഫുൾ യൂട്യൂബർ എന്നുള്ള രീതിയിൽ ഫുഡ് വന്നു വിശക്കുന്നു. സമയം 10:30 നമ്മൾ വിളിക്കാത്തതുകൊണ്ടാണ്. കാരണം നമ്മൾ നേരത്തെ വിളിച്ചില്ലെങ്കിൽ ഇവർ നേരത്തെ ഫുഡ് കൊണ്ടു തന്നതിന് നമ്മൾ വിളിച്ചില്ല. നമ്മൾ എണീക്കാൻ ലേറ്റായി, അതുകൊണ്ടാണ് ഇവർ ലേറ്റായിട്ട് ഫുഡ് കൊണ്ടുവന്നത്. കുഴപ്പമില്ല, നമുക്ക് ഈ സമയത്ത് അവർ നമുക്ക് ഫുഡ് എത്തിച്ചിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. കമോൺ ഗൈസ്, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാം. സ്റ്റേ ട്യൂൺ ഗൈസ്. ഫുഡ് എടുക്കണം അല്ലേ. നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഉള്ളിൽ കയറിയിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ എല്ലാം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. കയറി വരുമ്പോൾ തന്നെ ഗൈസ് നമ്മൾ കാണുന്നത് ഇതുപോലുള്ള ഹെറിറ്റേജ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പുകളാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തോട്ട് കിടക്കുമ്പോൾ, ലെഫ്റ്റിലേക്ക് കിടക്കുമ്പോൾ ഒരു അടിപൊളി റൂമാണ്. ഇതിൻ്റെ ഒരു ഇന്നലെ ഞാൻ വന്നപ്പോൾ എടുത്തൊരു വിഷ്വൽസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ AC ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഒരുത്തൻ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഒരുത്തൻ കിടക്കുന്നുണ്ട്. എടാ ജിഷ്ണു, നീ പറടാ ഈ ട്രിപ്പിനെ പറ്റിയിട്ട് എനിക്ക് എന്നാ പറയാൻ. അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പ് ആണെങ്കിലും ഇംഗ്ലീഷ് വേണ്ട, നമ്മളെല്ലാം ആണെങ്കിലും സൂപ്പർ ട്രിപ്പാണ്. നമ്മൾ ഇതുവരെ പോയാൽ വെച്ച് അത്യാവശ്യം ഒരു നല്ലൊരു തിരിച്ചു പോകാൻ തോന്നുന്ന ടൈപ്പ് റിസോർട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ട്. അല്ല, തിരിച്ചു വരാൻ വീണ്ടും ഇല്ല, പക്ഷെ പണിക്ക് പോകേണ്ടോണ്ട് നാളെ പോയേ പറ്റത്തുള്ളൂ. അത് ശരിയാണ് ഗൈസ്. അങ്ങനെ നമ്മളാരും സ്ഥലം കാണാൻ വേണ്ടി വരുന്നവരല്ല, നമ്മൾ ഇതുപോലെ കൂടാൻ വേണ്ടി വരുന്നവരാണ്. അതായത് നിങ്ങൾക്ക് കൂട്ടത്തിൻ്റെ വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, അതാണ്. അങ്ങനെ ഒരുപാടുണ്ട്. എടാ ഇത് കോഫി ആയിരിക്കില്ലേ, ഇത് കോഫി, ഇത് ചായ, പിന്നെ പുട്ടും കടലയും ഉണ്ട്. ഓ, പുട്ടും കടലയും. പിന്നെ എടാ ഓംപ്ലേറ്റ് ഉണ്ട്. പിന്നെ
വേറൊരു മെയിൻ സംഭവം കാണിച്ചു തരാം. ഞാൻ ഇന്നേ വരെ ഒരു ഹോട്ടലിൽ പോയി ഈ ഒരു സംഭവം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഡെൻ്റൽ കിറ്റ് ഉണ്ട്. പല്ല് നേരത്തെ തേച്ചു, അതുകൊണ്ട് ഡെൻ്റൽ കിറ്റ് ഇല്ല. ഷേവിങ് കിറ്റ് ഉണ്ട്, ഷാമ്പ് ഉണ്ട്, പിന്നെ സോപ്പ് ഉണ്ട്. ഇപ്പം പല്ല് തേച്ചിട്ടില്ല, അതുകൊണ്ട് ഈ സാധനം മിക്കവാറും യൂസ് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. പിന്നെ ബാത്റൂം കാണിച്ചു തരാൻ പറ്റുന്ന കോലാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നോക്കട്ടെ, കുഴപ്പമില്ല. ഇതാണ് ബാത്റൂം എന്ന് പറയുന്നത്. അടിപൊളിയാണ് ഗൈസ്, ലക്ഷറിയാണ് ഗൈസ്, ഒന്നും പറയാനില്ല. വാവ്, വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ഇന്നലത്തെ ഫുൾ അലമ്പുണ്ടായത് മുകളിലാണ്. അപ്പോൾ മുകളിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വന്നപാട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് കിട്ടിയാനെ. ഇപ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എന്നാലും ഇതൊന്ന് നോക്കാം. എന്തായല്ലേ നല്ലൊരു, ഇന്നലെ വരുമ്പോൾ ഒന്നും ഇത്രയൊന്നും വൃത്തി കണ്ടിട്ടില്ല കേട്ടോ. ആദ്യം ഞാൻ നോക്കട്ടെ. എടാ ഇവൻ അടച്ചു വെച്ചാ, എടാ തുറക്കടാ ഗൈസ്, വിളിച്ചു നോക്കാം. ഈ വാതിൽ കുറ്റിയിട്ട് കിടക്കുന്നത് എനിക്ക് ഭയങ്കര വൃത്തിയിട്ട പരിപാടിയാണ്. ബ്ലഡി ഫുൾ. എടാ വാടാ തുറക്കടാ, പിന്നെ എന്തിനാ അടച്ചു വെച്ചിനി? ഇതാണ് നമ്മൾ ഇന്നലെ കണ്ട വ്യൂ. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? വാവ്, ഈ വ്യൂ കാണിച്ചു കൊടുക്കണം. അത് വേണ്ട, ഷഡ്ഡിയല്ലേ. ഇനി ഇവരെ കളിച്ചു കൊടുക്ക്. എന്നെ കളിച്ചോ ലക്ഷറി മൂഡ്. നാട്ടിലെത്തി ഇങ്ങനല്ല, ഒരു ലൊങ്കി എടുത്ത് പങ്കാളി പണി ലക്ഷറി മൂഡ്. 2 മണിക്ക് വരുന്ന പറഞ്ഞ സംഘം വന്ന് 5 മണിക്കാണ്. 5 മണിക്കാണ് ദേശം. മീൻ ഉണ്ടോന്ന് അറിയില്ല. ആടെ നേടുന്ന തുള്ളുന്നുണ്ട് മറ്റേ ഇത്. ഏത് ഗപ്പിയായിരിക്കും? ഗപ്പിയാണോ വെള്ളത്തിന്? ജിഷ്ണു എണീച്ച് വാ ഫുഡ് കഴിക്കല്ലോ. ഫുഡ് കഴിക്കാൻ ഏടെ സാധനം വന്നു. ഫുഡെല്ലാം എടാ 10:30 നമുക്ക് ഇടുന്ന. ഇനി എടുത്തിട്ട് വേണം പോണെങ്കിൽ. അല്ല വൈകുന്നേരം വരെ സമയമുണ്ട്. പക്ഷെ ജിഷ്ണുവിന് 7 മണിക്ക് ബസ് ഉണ്ട്. അതിന് പോട്ട് എത്താലേ. ഇത് കണ്ണൂരിടെ വയനാടൊന്നല്ല, കണ്ണൂരൊന്നല്ല. നിങ്ങളെ 2 മണിക്കൂർ ചുറ്റാണ്ട് പോയാൽ മതി. ഇല്ലാകുമ്പോൾ അടുത്ത് 1 മണിക്കൂർ എത്തും. ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ സഞ്ചരിച്ച വ്യക്തിയാണ് മാപ്പ് നോക്കിയിട്ട്. ആകെ ഇവിടത്തേക്ക് അരമണിക്കൂറില്ല ഗൈസ്. നീ ഇങ്ങനെ ഇതുപോലെ എന്താ പറയാ ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കുന്നത്? കുറച്ച് ഇതായിട്ട് നാച്ചുറലായിട്ട് സംസാരിക്കും. നാച്ചുറലാണ്. നമ്മളെ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോ ആയിട്ടുള്ള ലൈഫാണ് നിങ്ങളെ മുമ്പിൽ എത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ ശങ്കര, ഈ ട്രിപ്പിനെ പറ്റിയിട്ട് എനിക്കെന്താ പറയാൻ? അങ്ങനെ നമ്മൾ പോവുകയാണ്. ആ വീഡിയോ പ്രത്യേകിച്ച് കട്ടായിട്ട് വരുന്നതായിരിക്കും ട്രോൾ എന്ന് പറഞ്ഞിട്ട്. അത് വന്നിരിക്കും. ആ സാധനം ചിലപ്പോൾ റീലായിട്ടായിരിക്കും വരിക. അത് ചിലപ്പോൾ ഞാനിറക്കും. നമ്മൾക്ക് ഇനി താഴെ പോയിട്ട് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഇനി ഫുഡ് കഴിച്ചില്ലെങ്കിൽ ചത്തു പോകും ഗൈസ്. അങ്ങനെ നമ്മൾക്ക് ഫുഡ് കഴിക്കാം ഗൈസ്. വിശക്കുന്നു ഗൈസ്. അപ്പൊ പിന്നെ നമ്മൾ അടുത്ത ഇതെന്ന് പറയുന്നത് ഫുഡ് കഴിച്ച് കാണാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ എടുത്തില്ല. ശങ്കർ കുടിച്ചു തീർത്തില്ലേ? ഓൻ കുടിച്ചു തീർത്ത്. ഒരു ദിവസം കൂടെ വേണ്ട പോകാൻ. അല്ല ശങ്കർ I am no look. I am no look. ട്രൈപോഡ് ഉണ്ടോ? ഏടി ഇരിക്കും. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം എടാ.
ആംബിയൻസ് ഇത് ആംബിയൻസ് ഇല്ലേ? ആംബിയൻസ് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ നല്ല ആംബിയൻസ് ഉണ്ട് തോടാ. എടാ ഇത് പാലം പൊട്ടി വീണില്ലെങ്കിൽ ഓക്കെ. ഓഹ് എടാ ഇത് നോക്കിയാ നീ എന്താ നീ ആ മൊത്തത്തിൽ എടുത്തിട്ട് വന്നിനാ? എന്താ എടാ എടാ അതൊന്നും എടുത്തിടല്ല. എടാ നമുക്ക് പോകാനൊന്നും അല്ല, അത് നിനക്കറിയാം പോവാൻ. നിനക്ക് നീന്താൻ പോലും അറിയില്ല മര്യാദക്ക്, പിന്നെ നീ എങ്ങനെയാണ് ഇതെല്ലാം എടുത്തിട്ട് പോലെ? എടാ ആള് അത് നോക്ക് നീ. ഞാൻ ആടെ പോയേ സെറ്റ് പൊട്ടല്ലേ? പൊട്ടിയ ക്യാമറ ഞാൻ വെള്ളത്തിൽ. ക്യാമറാമാൻ വേണമെങ്കിൽ ക്യാമറമാൻ കൂടെ ചാട്ടെ. ഗൈസ് ഇത് പൊട്ടാൻ സാധ്യതയുണ്ട് ഗൈസ്. എടാ ഇത് പൊട്ട, ഇത് ഫ്രണ്ടാണ്. ഓക്കെ ഓക്കെ സഞ്ജയ് ക്യാമറ റോളിംഗ് അല്ലേ? ഏലി അടി ആ ഇതല്ലടാ, പക്ഷെ ഇത് പൊട്ടോന്നൊരു പേടി. എടാ ഇത് ഉണങ്ങിയോണ്ട് നീ എടുക്കുവോ? എടാ പൊട്ടോടാ. ഗൈസ് വീണ് പോയാ പണി പാളി, കാരണം ചളിയാണ്, എണീച്ചിട്ട് വരാൻ പറ്റൂല. ഇവനെ കൊണ്ട് എനിക്ക് ക്യാമറ ഒന്നും വലിയ കഷ്ടമായ. ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ് ഇവിടുത്തെ ഈ അന്തരീക്ഷം എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾ പറയൂ. എടാ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഗൈസേ. ഗൈസേ ഇതാ ചായയും പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ടാ നീ എവിടെ വന്ന് ചായയും കുടിച്ച? എടാ പൊട്ടുക്കട്ടാ, സീരിയസ് ആയിട്ട് പറയുന്നേ. ഊഫ് ഒരുത്തൻ പോകുന്നുണ്ട് ട്ടാ. ക്യാമറമാൻ ചാടട്ടെ കൂടെ, ആ ഒരു സെറ്റപ്പാ. എന്നാ നീ ഇങ്ങനെ നോക്കിയിരിക്കുന്നു? ഫോട്ടോ എല്ലാം എടുക്കുന്നു, വീഡിയോ ആണ് ഇത്. അതിൻ്റെ ഈ അറ്റം തൊട്ട് ഇങ്ങനെ അതിൻ്റെ അറ്റ ട്രൈപ്പോഡിൻ്റെ ഇത് സ്പൂണിലല്ല. ഇവൻ്റെ ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. ഈ ട്രൈപ്പോഡിൻ്റെ സാധനം ബാക്ക് കൊടുക്കാൻ ഇവന് ഈ ചായ ഇളക്കാൻ കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. എന്ത് ട്രൈപ്പോഡിന്റെ ബാക്ക് കൊണ്ട് ചായ ഇളക്കാന്ന് ചോദിക്കുന്ന ഇവന്റെ ബുദ്ധി ഏതറാ ഇവനല്ലോ. ചായ വേണേ അവരോട് പറഞ്ഞ ചായ വേണം. ആരോട്? കഴിഞ്ഞു ചായ എന്നടാ ചായല്ലേ, അല്ലാണ്ട് വെള്ളം എന്നല്ലല്ലോ, പച്ചവെള്ളം. ഗൈസ് ഇവിടെ ഫോട്ടോഷൂട്ടാണ്. എങ്ങനെ പാക്കപ്പ് ചെയ്യാണ് നമ്മളെ വണ്ടർഫുൾ ട്രിപ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. എടാ അടക്കല്ലേ. നമ്മൾ വണ്ടിയിലേക്ക് എല്ലാ സാധനങ്ങളും എടുത്തൊക്കെ വന്നിട്ട് ബാക്കി പരിപാടി. ചെരുപ്പ്, ബാഗ്, പേഴ്സ് ഉള്ളിലുണ്ടോ? ഏത് എൻ്റെ Hope you guys enjoyed my video. We are coming with another video. Okay, bye.